കഥാപ്രസംഗം അവൾ പരിധിക്ക് പുറത്താണ്. അതിശയിക്കും ഗാഥയൊന്ന് തുടങ്ങിയിടുന്നേ. എന്നാൽ കൃത്യം 11 മണി സമയത്ത് തന്നെ അവൾ കാത്തിരുന്ന കോൾ വരികയായി. ഹലോ. ആ ശബ്ദം കേട്ട് അവൾ കോരിത്തരിച്ചുപോയി. അവൾ പെട്ടെന്ന് ചോദിക്കുന്നത്, മുനീർ നീ എവിടെയായിരുന്നു? എത്ര സമയമായി എൻ്റെ കോളിന് കാത്തിരിക്കുന്നു? നല്ല ആള് തന്നെ. സോറി റസിയത്ത. അവൻ ദുഃഖം അഭിനയിച്ചു. ആ ജോസഫേട്ടൻ്റെ വീട്ടിലെ മുടിഞ്ഞ മോട്ടോറിനെ കൊണ്ട് ഞാൻ തോറ്റു. പഴയ ഇരുമ്പ് സാധനം, അതാണ് ഇത്രയും വൈകിയത്. ആ സംസാരം 1 മണിക്കൂർ വരെ നീണ്ടുപോയി. പിന്നെ അത് അവസാനിച്ചത് വീണ്ടും വിളിക്കാമെന്ന ഉറപ്പിലാണ്. ആ കോളുകൾക്ക് അവസാനമില്ലാതെയായി. വൈകിയാൽ അവൾക്ക് വല്ലാത്ത വിഷമമാണ്. അവൾ ഉടനെ മിസ് കോൾ ചെയ്യുന്നു. ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അരമണിക്കൂർ പോലും അവർക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തൊരടുപ്പമാണിത്. അവളെല്ലാം മറക്കുകയാണ്. മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ, ആറ്റുനോറ്റുണ്ടായ ആ ഇരട്ട കുട്ടികളെ, എന്തിന് ഒരു തെറ്റും ചെയ്യാതെ അന്തസ്സോടെ ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ ഭാര്യമാരെ എല്ലാം അവൾ മറക്കുകയാണ്. മഹാകവി ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ, അങ്കുശമില്ലാത്ത ചാപ്പല്യമേ മഞ്ഞിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. അവൾ ചാപ്പല്യത്തിൽ വീണുപോകുമെന്നാണ് കവി പറയുന്നത്, ഞാൻ പറയുന്നതല്ല. അവൾ ചിന്തിക്കുന്നു, തനിക്ക് നിർത്താൻ സാധിക്കുമോ? നിർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മുടികൾ ഇരുവശത്തേക്കും കോതിയിട്ട ലൂസ് പാൻറ് ധരിച്ച ഈർക്കിൽ മീശക്കാരനെ മനസ്സിൽ നിന്ന് എങ്ങനെ പിഴുതെറിയും? പിശാചിന് ഒരൽപ്പം ഗ്യാപ്പ് കൊടുത്താൽ അവൻ നിങ്ങളെ കീഴടക്കുമെന്ന് വയല് പരമ്പരയിൽ ഉസ്താദ് പറഞ്ഞത് എത്ര സത്യമാണ്. എങ്കിലും അവളൊരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന്റെ വരികൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജായി പഠിച്ച രമണൻ എന്ന ചങ്ങമ്പുഴ കൃതിയിലുള്ളതാണ്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരു ഈ ജീവിതം. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരു ഈ ജീവിതം. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞാലോ? അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് അവളെ പിശാച് തോന്നിപ്പിക്കുന്നത്. ഒരവസരത്തിനായി അവൾ കാത്തു കഴിയുമ്പോൾ, എന്നോടൊന്നു ചിരിച്ചാലെന്താ തണിയേ പൊന്നിധിയേ, കിന്നാരത്തിൻ വാക്കുകളോതാ എൻ കരളേ പൊന്മനമേ. എന്നോടൊന്നു ചിരിച്ചാലെന്താ തണിയേ പൊന്നിധിയേ, കിന്നാരത്തിൻ വാക്കുകളോതാ എൻ കരളേ പൊന്മനമേ. നീര് വറ്റിയൊരു നീർത്തടത്തിൽ ജലധാരകൾ വന്ന് നിറയുമ്പോ, നീര് വറ്റിയൊരു നീർത്തടത്തിൽ ജലധാരകൾ വന്ന് നിറയുമ്പോ, ആശ വറ്റിയൊരു പൂത്തടത്തിലെ സ്നേഹവണ്ട് വന്ന് നിറയുമ്പോ, ഒഴിയരുതേ എൻ മഹബൂബേ, അകലരുതേ സ്നേഹാംബരമേ. എന്നോടൊന്നു ചിരിച്ചാലെന്താ തണിയേ പൊന്നിധിയേ, കിന്നാരത്തിൻ വാക്കുകളോതാ എൻ കരളേ പൊന്മനമേ. മുനീർ അല്പം ബേജാറിലായിരുന്നു കേട്ടോ. റസിയത്ത, ഒന്നും വിചാരിക്കരുത്. പണവും കൊണ്ട് വരുന്ന വഴി ഒരബദ്ധം സംഭവിച്ചു. അത് കംപ്ലീറ്റ് പോക്കറ്റ് അടിച്ചുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ പണം വളരെ ആവശ്യമുള്ളതാ. എൻ്റെ ബാപ്പയുടെ ഹാർട്ട് ഓപ്പറേഷന് കെട്ടിവെക്കാനുള്ളതാ. റസിയ ഒന്ന് നെട്ടി. റബ്ബേ, ആ 1 ലക്ഷം പോയോ? റസിയത്ത, എനിക്കൊരു ഉപകാരം കൂടി ചെയ്തു തരുമോ? 1 ലക്ഷം കൂടി ബാങ്കിൽ നിന്ന് എടുത്തു തരുമോ? ഞങ്ങളുടെ വീട് പറമ്പ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത്തയുടെ കടം വീട്ടുന്നതാണ്. റസിയ ഒരക്ഷരം ഉരിയാടിയില്ല. റസിയത്ത, എന്താണൊന്നും മിണ്ടാത്തത്? തിരികെ വരൂ. ആ പണം കിട്ടിയാൽ എൻ്റെ ബാപ്പ രക്ഷപ്പെടും, കുടുംബം രക്ഷപ്പെടും. കടമായിട്ടല്ലേ ചോദിക്കുന്നത്? അവൻ പിന്നെയും വാചാലനായപ്പോൾ അവൾ ഓട്ടോ പിടിച്ച് നഗരത്തിലെത്തി 1 ലക്ഷം രൂപ കൂടി എടുത്തു കൊടുക്കുകയാണ്. യാത്ര പറയാൻ വേണ്ടി മാനേജറുടെ മുറിയിലേക്ക് ചെന്നതായിരുന്നു. എന്താണിത് മാഡം, പണമൊക്കെ പിൻവലിക്കുകയാണോ? ഇല്ല സാർ, ഒരു അത്യാവശ്യത്തിന് വേണ്ടി എടുത്തതാ. ഇനിയുമുണ്ടല്ലോ 1 ലക്ഷം. ശരി ശരി, നിങ്ങളുടെ പണം നിങ്ങളെടുക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കാര്യം. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ഇന്നലെ വിളിച്ച് അക്കൗണ്ടിലെ ബാലൻസ് അന്വേഷിച്ചിരുന്നു. ഇന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ റസിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. അവൾ യാത്ര പറഞ്ഞു പോയപ്പോൾ മാനേജർ അർത്ഥവത്തായ ഒരു ചിരിച്ചിരിച്ചു. അയാൾക്കറിയാം റസിയ ഇപ്പോൾ മുനീറിൻ്റെ പുതിയ ഇരയാണെന്ന്. ഈ മുനീറാവട്ടെ എത്രയോ പെൺകുട്ടികളെ വഴിപിഴപ്പിച്ചവനാ. അതല്ലെങ്കിലും കയ്യിലൊരു മൊബൈൽ ഫോണും പിന്നെ വാചാലതയും അള്ളാഹുവിനെ പേടിയും നരകത്തെക്കുറിച്ചുള്ള ചിന്തയുമില്ലെങ്കിൽ ഇവിടെ ആരെയാണ് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? അല്ലേ ഇന്നത്തെ ചില ചെറുപ്പക്കാരുടെ അതിരിവിട്ട മൊബൈൽ സല്ലാപത്തെ അയാൾ നിരീക്ഷിക്കുന്നത്. എന്നും നേട്ടമായി അലഹല കൊഞ്ചലായി
ഏതൊരു പെണ്ണിനെയും വേഗം വീട്ടിടാമോ എന്നും എന്നും നേട്ടമായി അലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീട്ടിടാ തെണ്ടിയായ മണ്ടനും ഇന്ന് മൊബൈലാ ജോലിയില്ല പൊണ്ണനും 2 മൊബൈലാ തെണ്ടിയായ മണ്ടനും ഇന്ന് മൊബൈലാ ജോലിയില്ല പൊണ്ണനും 2 മൊബൈലാ പൊന്ന് മൊബൈലാ അതിൽ നോക്കിയിരിപ്പാ ദൃശ്യമേറെ കണ്ടവൻ വെള്ളമിറപ്പാ എന്നും എന്നും നേട്ടമായി അലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീട്ടിടാമോ എന്നും എന്നും നേട്ടമായി അലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീട്ടിടാ ആദ്യം ഇവർ മിസ്സടിച്ച് ചൂണ്ടയിടുന്നേ വീണിടുന്ന ഇരയിൽ അവർ നാക്കു നീട്ടുന്നേ ആദ്യം ഇവർ മിസ്സടിച്ച് ചൂണ്ടയിടുന്നേ വീണിടുന്ന ഇരയിൽ അവർ നാക്കു നീട്ടുന്നേ കൊഞ്ചലുമായി പിന്നെ ചൊല്ലലുമായി മാനം പോകും നേരം വരെ സൊള്ളലുമായി എന്നും എന്നും നേട്ടമായി അലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീട്ടിടാമോ എന്നും എന്നും നേട്ടമായി അലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീട്ടിടാ തരില്ലെന്നോ നീ തരില്ലെന്നോ ആര് പറഞ്ഞു എന്റെ കാൽക്കൽ നീ കൊണ്ടുവച്ച് തരും അത് കാണണോ നിനക്ക് അതും പറഞ്ഞ് അവന്റെ മൊബൈലിലെ ഗാലറിയിൽ നിന്ന് ചില വീഡിയോ ദൃശ്യങ്ങൾ അവൻ കാണിച്ചു കൊടുക്കുകയാണ് ഒരേ ഒരു പ്രാവശ്യമാണ് റസിയ നോക്കിയത് പിന്നെയും നോക്കാൻ കരുത്തില്ലാതെ അവൾ തരിച്ചുപോയി എത്രയോ രാത്രികളിലെ രതികേളികൾ പകർത്തിയ ചിത്രങ്ങളാണ് ആ മൊബൈലിൽ ഉണ്ടായിരുന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നടന്ന സംഭവങ്ങൾ റസിയ വിയർത്തു കാലുകൾ വിറക്കുന്നു നാവിൽ ഒരിറ്റ് വെള്ളമില്ല മിണ്ടാട്ടം മുട്ടിയതുപോലെ മുഖത്ത് ചോര വറ്റിയതുപോലെ എന്താ മുനീറിത് നീ എന്നെ ചതിക്കുകയായിരുന്നു എന്താ ഞാൻ ഈ കാണുന്നത് മറുപടിയില്ല അവൻ ആ ദൃശ്യങ്ങൾ ലയിക്കുകയാണ് നോക്ക് ഇങ്ങോട്ട് നോക്ക് നിനക്കെന്താ വേണ്ടത് എന്തും ഞാൻ തരാം ചോദിച്ചോ ഇനിയുടെ ബാക്കിയുള്ളത് എന്റെ ഹൈദർക്ക് തന്ന മഹർ ചെയിന് മാത്രമാ ഇത് നീ കൊണ്ടുപോയിക്കോ മേലാൽ നീ ഇങ്ങോട്ട് വരരുത് നീ തരാനുള്ള സ്വർണവും പണവും നീ തരേണ്ട എന്തെങ്കിലും ഞാൻ ചെയ്യാം പക്ഷെ ഈ ഫോട്ടോസ് അത് നീ ആരെയും കാണിക്കരുത് നശിപ്പിക്കണേ ഡിലീറ്റ് ചെയ്യണേ അവൾ പറഞ്ഞു നോക്കിയെങ്കിലും അവൻ മൈൻഡ് ചെയ്തില്ല അവസാനം അവൾ അവന്റെ കാലിൽ വീണ് കെഞ്ചി കരയുകയാണ് നോക്ക് മുനീർ ഒരൽപ്പം സ്നേഹം നിന്റെ മനസ്സിൽ ബാക്കിയുണ്ടോ ഒരൽപ്പം നന്ദി അവശേഷിച്ചിരിപ്പുണ്ടോ എൻ്റെ കുടുംബം കുളം തോണ്ടരുത് നിഷ്കളങ്കനായ എൻ്റെ ഭർത്താവ് എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ മക്കള് അവരെയൊക്കെ ഇതറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം ഈ ഫോട്ടോസ് ഒന്ന് ഡിലീറ്റ് ചെയ്യണേ ഒന്നൊഴിവാക്കണേ അവൾ കാല് പിടിച്ച് കെഞ്ചി കരഞ്ഞു നോക്കി എന്ത് ഫലം ഒരു ഫലവും ഉണ്ടായില്ല അവൾക്ക് വൈകിയിരുന്നു എന്തേ കാരണം ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നീലച്ചിത്ര മാഫിയകൾക്ക് പ്രതിഫലത്തിന് പകരമായി അവൻ ഈ ദൃശ്യങ്ങൾ എന്നോ കൈമാറിയിരുന്നു മഹർ ചെയിനെങ്കിൽ മഹർ ചെയിൻ അതിങ്ങോട്ട് പോരട്ടെ സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താണ് വില അതും പൊട്ടിച്ചു വാങ്ങി അവൻ ആ രാത്രിയിൽ ഇരുളിലേക്ക് മറയുമ്പോൾ അവൻ പോകുന്നു ആരാവിൽ കനകത്തിൻ്റെ നിറരാവിൽ അകം നിറയുന്ന ആരാവിൽ അകലത്തായി പൊൻതേരിൽ അവൻ പോകുന്നു ആരാവിൽ കനകത്തിൻ്റെ നിറരാവിൽ അകം നിറയുന്ന ആരാവിൽ അകലത്തായി പൊൻതേരിൽ റസിയ അന്ന് കരയുമ്പോൾ ഇനി എന്ത് വിതുമ്പുമ്പോൾ ഉറക്കം രാത്രി അകലുമ്പോൾ പകരം രോഗമാവുമ്പോൾ പോയത് സ്വർണ്ണമേറെയുമാ നോട്ടുകൾ വേറെ മാനവുമാ പകരം കീട്ടി ദുരിതവുമാ പടച്ചോനെ മറന്നതിനാ പല കള്ളൻ ഒരു നാളിൽ അകത്താകും ദുനിയാവിൽ രഹസ്യങ്ങൾ പൊളിയുമ്പോൾ അതിൻ നാശം നിറയുമ്പോൾ
ജിദ്ദ എയർപോർട്ടിൽ ലഗേജില്ലാതൊരു മാരൻ നിറദുഃഖം ശിരസിലുമായി അവൻ വരുമല്ലോ നീറ്റലുമായി അവൻ പോകുന്നു ആരാവിൽ കനകത്തിൻ്റെ നിറരാവിൽ അകം നിറയുന്ന ആരാവിൽ അകലത്തായി പൊൻതേരിൽ. അവൾ പ്രിയതമന്റെ വാക്കുകൾക്ക് കാതോർത്തു. സ്നേഹ സാമ്രാജ്യം വാക്കുകളൊതുക്കിയ പ്രിയതമന്റെ ശബ്ദം കേട്ട് അവൾ കോരിത്തരിച്ചുപോയി. പോകുന്നതിന്റെ തലേന്നാൾ കരഞ്ഞപ്പോഴൊക്കെയും എന്നെ സമാധാനിപ്പിച്ചത് ഈ തിരിച്ചുവരവിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ? നമുക്കും ഒരു നല്ല കാലം വരാനിരിക്കുന്നു. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു സന്തുഷ്ട ജീവിതം. അതിനുവേണ്ടി കാത്തിരിക്കൂ റസിയ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചും അതിനുവേണ്ടി പോയ എൻ്റെ പ്രിയതമൻ ഇപ്പോൾ മടങ്ങി വരുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? അവൾ പൊട്ടിക്കരയുകയാണ്. വഅലൈക്കുമുസ്സലാം. എന്തിനാണ് റസിയ നീ കരയുന്നത്? ഞാൻ നാളെ പുലരാൻ നേരം എയർപോർട്ടിലെത്തും. അവിടെ നീ ഉണ്ടാവണം, നമ്മുടെ മക്കളുണ്ടാവണം. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോഴേക്കും ഞാൻ എന്ന് പറയാനാണ് അവൾക്ക് തോന്നിയത്. ചില കടുത്ത തീരുമാനങ്ങൾ അവൾ എടുത്തു കഴിഞ്ഞിരുന്നു. അതേക്കുറിച്ച് നൊമ്പരത്തോടെ അവൾ സൂചിപ്പിക്കുന്നത്. നൊമ്പര നൗകയിൽ നീർക്കയത്തിൽ ഞാൻ ദുരിതം പേരും ആലിലാവുന്നേ. സത്യം തെളിയും കൽബിലായെന്ന് സങ്കടമോതാൻ പെണ്ണ് നിന്നേ. വിങ്ങി നിന്നേ നേരിടുന്നേ കാര്യം പറയുന്നേ. എന്റെ പൊന്നെ തീർത്തിടുന്നേ കണ്ണും നിറയുന്നേ. നൊമ്പര നൗകയിൽ നീർക്കയത്തിൽ ഞാൻ ദുരിതം പേരും ആലിലാവുന്നേ. സത്യം തെളിയും കൽബിലായെന്ന് സങ്കടമോതാൻ പെണ്ണ് നിന്നേ. അലിവിന്റെ നിറവുമായി അവൾ നിന്നേ. അവിവേകമേറെയും ചൊന്നിടുന്നേ. അലിവിന്റെ നിറവുമായി അവൾ നിന്നേ. അവിവേകമേറെയും ചൊന്നിടുന്നേ. അതുമോർത്ത് ബീവിയും വിറച്ചിടുന്നേ. പനിയാലെ അവൾ കൽബ് പൊള്ളിടുന്നേ. കരളിന്റെ കരളായ സൗജവിടെ അരുതാത്തതായില്ലേ തിരിവിടെ. കരക്കേറാൻ കഴിയാത്ത ആലുമായി ഓ ആരിലും പരിഹാസ നോട്ടമായി. നൊമ്പര നൗകയിൽ നീർക്കയത്തിൽ ഞാൻ ദുരിതം പേരും ആലിലാവുന്നേ. സത്യം തെളിയും കൽബിലായെന്ന് സങ്കടമോതാൻ പെണ്ണ് നിന്നേ. വിങ്ങി നിന്നേ നേരിടുന്നേ കാര്യം പറയുന്നേ. എന്റെ പൊന്നെ തീർത്തിടുന്നേ കണ്ണും നിറയുന്നേ.